തന്നേ പറ്റൂ. എന്തറിയോ, ഞാൻ ഒരു സ്വന്തവും നിങ്ങൾ പലരുമാണ്. ആദ്യമായി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഒരു പ്രയോഗം നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ വാക്ക് ക്രിസ്ത്യാനികളെയും ഇസ്രായേലിനെയും അട്ടിയോടിക്കണം എന്ന രൂപത്തിൽ. ആദ്യം മനസ്സിലാക്കേണ്ടത് ഹദീസ്, അതായത് പ്രവാചകന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഉണ്ടായിട്ടുണ്ട്, പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അംഗീകരിക്കാതെ വെറും എല്ലാം കൊണ്ടും സംശുദ്ധമായ റിപ്പോർട്ടുകളുടെ ഏകീകരണമാണ് ബുഖാരി മുസ്ലിം എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം. ഞാൻ സഹീഹ് മുസ്ലിമിലെ ഹദീസാ പറഞ്ഞത്. എന്നെ പറയാൻ സമയത്ത് ഇടപെടരുത്. കേൾക്ക്, പറഞ്ഞോ, സമയം കളയാതെ കേൾക്ക്. കള്ളക്കണക്കിന് ഹദീസുകൾ. ഒരിക്കല് ഒരാളെ ബത്തക്ക നമ്മളെ വാട്ടർ വെറ്റിട്ട് തീരുന്നില്ല, ഉടനെ അയാളുടെ ഹദീസ് ഉണ്ടാക്കി, മൻ അഖലൽ ബത്തീഖ ദഖലൽ ജന്ന, ആരെങ്കിലും ബത്തക്ക കഴിച്ചാൽ സ്വർഗ്ഗത്തിൽ കടന്നു. ഉടനെ പ്രവാചകൻ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നീ നിഷിദ്ധമാണ് സംസാരിക്കുന്നത്. ഒരാൾ പാമ്പ് വളർത്തുന്ന ആളുണ്ടായിരുന്നു, പിന്നെ പാമ്പിനെ കൊല്ലുന്നവൻ ഇസ്ലാമില്ല. അങ്ങനെ ലക്ഷക്കണക്കിന് കള്ള ഹദീസുകളുണ്ട് ലോകത്ത്. അറബിയിൽ വരുന്നതൊന്നും സ്വീകാര്യമല്ല. പ്രവാചകന്റെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവനും മാനുഷിക നിർമ്മിതിയുടെ അടയാളങ്ങളായിരുന്നു. അല്ല, നിങ്ങൾക്ക് സ്വീകാര്യമായ ഹദീസുകൾ ഏതാണ് വാണിമേൽ? ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കള്ള ഹദീസുകൾ, ഒരുപാട്. അല്ല, നിങ്ങൾക്ക് സ്വീകാര്യമായ ഹദീസുകൾ ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത്. തിരുത്തുണ്ട് കേട്ടോ, നുണയാണ് പറയുന്നത്. ബുഖാരി മുസ്ലിം എന്ന് പറയുന്ന സ്വീകാര്യമായ ഹദീസ് ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ മുഴുവനും സ്വീകാര്യമാണ്. ഒരുപാടുണ്ട്. ഞാൻ കേട്ടോളൂ. ഒരു കേട്ടോളൂ. മനുഷ്യർക്കിടയിൽ അറബികളും അനറബികളുമില്ല, കറുത്തവനും വെളുത്തവനുമില്ല. ഹദീസാണ്. നിന്റെ വീട്ടിൽ നീ ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പുറത്തുള്ളവൻ വിശക്കുമ്പോൾ നിന്റെ ഭക്ഷണം സ്വീകാര്യമല്ല. അത് ഹദീസാണ്. നീ ഒരു മതേതര സംവിധാനത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ മതങ്ങളെയും മതചിഹ്നങ്ങളെയും നീ ബഹുമാനിക്കുക. അത് ഹദീസാണ്. ഒരുപാട് ഹദീസുണ്ട്. അറബിയിൽ പറയാത്തത് അങ്ങനത്തെ ഒരു വേദിയല്ലാത്ത കൊണ്ടാണ്. നിങ്ങൾ ഇങ്ങനെ കൈവക്കല്ല ആര്യ സാഹിബ്, എന്നെ പറയാൻ സമ്മതിക്കൂ. നിങ്ങൾ വളരെ അപകടകരമായ പ്രസ്താവന നിങ്ങള് മുസ്ലിമിന്റെ പേര് എനിക്ക് സമയം തരണം. നിങ്ങളിങ്ങനെ വേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ കേൾക്കുന്ന ലക്ഷക്കണക്കിനുള്ള പ്രേക്ഷകരെ തെരഞ്ഞെടുപ്പിക്കുകയാണ്. നിങ്ങൾ ഇസ്ലാമിന്റെ പേര് വെക്കുന്നു. ഇസ്ലാമിന്റെ സുഖം അനുഭവിച്ചിട്ടാണ് നിങ്ങൾ അവസാനം ഇസ്ലാമിനെ തള്ളി പറയുന്നത്. അതിനെ കിട്ടിയല്ല സംഭവം. എനിക്ക് പറയാം. നിങ്ങള് പ്രവാചകന്റെ ജീവിതം മുഴുക്കെ ബർണാഷ, ഷേക്സ്പിയർ, ഗോയിത്തെ, എന്തിന് കാറൽ മാർക്സ് പോലും പറയൂ. കാറൽ മാർക്സ് പോലും പറഞ്ഞു എന്താ പറയാ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. പക്ഷേ മുഹമ്മദിന്റെ മതം അങ്ങനെയല്ല. മുഹമ്മദിന്റെ അല്ലട്ടോ. അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. കാറൽ മാർക്സ് എഴുതി വെച്ചതാണ്. കേൾക്ക് എന്താ പറയുന്നത്, മുഹമ്മദിന്റെ മതം എന്തുകൊണ്ടാണ് അന്ന് ക്രൈസ്തവ രാജ്യത്ത് തൊഴിലാളികൾ തൊഴിലെടുത്തിന് ശമ്പളം ചോദിക്കുമ്പോ വേതനം കൊടുക്കാതെ കൈകൂട്ടിക്കെട്ടി മർദ്ദിക്കുമായിരുന്നു മുതലാളിമാർ. അപ്പം കാറൽ മാർക്സ് പറഞ്ഞു, ഇത് മുഹമ്മദിന്റെ മതം അംഗീകരിക്കുന്നില്ല. പ്രവാചകൻ പറഞ്ഞതാ. എന്താ പറഞ്ഞറിയോ? പ്രവാചകനെ ഉദ്ദേശിച്ചുകൊണ്ട് കാറൽ മാർക്സ് പറയാണ്, മുഹമ്മദിന്റെ മതം അങ്ങനെയല്ല. വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞ മതമാണ് മുഹമ്മദിന്റെ മതം. ഇസ്ലാം മുഹമ്മദിന്റെ മതമല്ല കേട്ടോ, ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ്. ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ പ്രവാചകന്റെ ജീവിതം മുഴുക്കെ എല്ലാം കൊണ്ടും സമൂഹത്തിന്, സമുദായങ്ങൾക്ക്, രാഷ്ട്രത്തിന് എങ്ങനെ ഭരിക്കണം, എങ്ങനെ ചിന്തിക്കണം, എല്ലാം പഠിപ്പിച്ചു കൊടുത്തൊരു പ്രവാചകൻ. മാത്രമാണോ ഗോയിന്റെ, എംഗൽസ്, സീനോ, വില്യം മൂർ, എന്തിനേറെ പറയുന്നു മഹാത്മാഗാന്ധി, ടാഗോർ, എന്തിനേറെ ട്രെയിൻ ടു പാകിസ്ഥാൻ എഴുതി അവാർഡ് നേടിയ ഖുശ്വന്ത് സിംഗ് വരെ ഇന്ത്യയിൽ വെച്ച് എന്താ പറഞ്ഞത്, മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഒരു ഘട്ടം പോലും അപകടകരമായിട്ടുണ്ടായിട്ടില്ല. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഭരിക്കണമെന്ന് പഠിച്ചു കൊടുത്ത, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു പ്രത്യയശാസ്ത്രത്തെ നയിച്ചു കൊണ്ടുപോയ ഒരു പ്രവാചകൻ. ആ പ്രവാചകന്റെ വാക്ക് കള്ളമാണെന്ന് പറയുന്ന ഹാരിസെ അങ്ങനെ പേര് മാറ്റണം. എന്താ പറയാ, നിങ്ങൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾ മുജാഹിദായിരുന്നു എന്ന്. അങ്ങനെ ഇതാണോ പഠിച്ചത്? എനിക്ക് വേദനയുണ്ട്. എന്റെ ദുഃഖത്തോടെ ഞാൻ പ്രതിഷേധിക്കുകയാണ്. അങ്ങനെയാണ് വേറൊരു ചോദ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം. വാണിമേൽ അതിലൂടെ ഒന്ന് മറുപടി പറയൂ പെട്ടെന്ന്. അതായത് ഒരു മിനിറ്റ് ശ്രീ വാണിമേൽ, ഇങ്ങനെ പറഞ്ഞു പോവാതെ. ദേശവിരുദ്ധ പ്രവർത്തനം നടന്ന ഘട്ടങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അടിയന്തര പ്രമേയം നടത്തി ഞാൻ വെല്ലുവിളിക്കുന്നു. വലിയ കാര്യം. അടിയന്തര പ്രമേയം ഇറക്കിയാ പോരല്ലോ. ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ സാധാ പ്രവർത്തകൻ ദേശവിരുദ്ധ പ്രവർത്തനം ഒറ്റക്കാര്യം ചോദിച്ചോട്ടെ ശ്രീ വാണിമേൽ ഒറ്റക്കാര്യം ചോദിച്ചോട്ടെ.
ഏതെങ്കിലും മുസ്ലിം ലീഗിലെ സാധാ പ്രവർത്തകൻ അവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു എന്ന് പറഞ്ഞു. മാത്രമല്ല നിങ്ങൾ ഈ പറയുന്ന ദേശവിരുദ്ധ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുത്തു എന്ന് ചോദിച്ചാൽ പോലും നിങ്ങളോടൊപ്പം ഞാൻ BJP കയറാൻ തയ്യാറാണ്. കഴിയില്ല. എന്തുകൊണ്ടെന്നറിയോ? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പാർട്ടികളെക്കാൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പിതാക്കന്മാരാണ് നമ്മുടേത്. അല്ല ഒരു മിനിറ്റ് ഇങ്ങനെ പറഞ്ഞു പോവാതെ വാണിമേൽ, അങ്ങനെയാണ് നേരത്തെ അദ്ദേഹം ഒരു മിനിറ്റ് താങ്കൾ ഇങ്ങനെ ബെല്ല് ബ്രേക്ക് ഇല്ലാതെ പോവാതെ. നിങ്ങൾ ആദ്യം തുടങ്ങിയത് UP ആണ്. പിന്നെ നിങ്ങൾ മതത്തെ ആക്രമിക്കുന്നു, പ്രവാചകനെ ആക്രമിക്കുന്നു, നിങ്ങൾ മതത്തെ ഇത് ന്യായീകരിക്കാൻ വന്നോണ്ടല്ലേ. വാണിമേൽ ഒരു മിനിറ്റ്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പോകുന്നേ. അതായത് അദ്ദേഹം പറഞ്ഞു ഇപ്പൊ അല്ല അജ്മൽ കസബിനും അതുപോലെ ഇയാസ് അൻവറിനും മയ്യത്ത് നിസ്കാരം നടത്തിയ നാടാണ് കേരളം. അത് മുസ്ലിങ്ങളല്ലേ? പ്രവാചകനെ മോശമായി അവതരിപ്പിച്ച ഒരു വ്യക്തിയുടെ മുമ്പിൽ ഇനി കടങ്ങിരിക്കാൻ വയ്യ. അത് വൈകാരികമല്ല. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ അറബിയിലുള്ള ഹദീസ് മലയാളത്തിൽ പറഞ്ഞാൽ മോശം. ചോദ്യത്തിന് മറുപടി പറ. മയ്യത്ത് നിസ്കാരം അജ്മൽ കസബിനും ഇയാസ് അൻവറിനും വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തിയവർ ആരാണ്? കേരളത്തിലുള്ളവർ ആരാണ്? ഒന്നുകൂടെ പറയാം. നിങ്ങൾ വെച്ച ചർച്ച ഏതാണ്? നിങ്ങൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും നിങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് പറയൂ. നിങ്ങൾ വികാരം കൊള്ളല്ലേ? ഞാനൊരു കാര്യം പറയാം. ഒരു മിനിറ്റ് അദ്ദേഹത്തിനോട് പറയാനുള്ളത് കേൾക്കുന്നു. ഇവിടെ വികാരം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ വാണിമേൽ കേൾക്കൂ. പ്രിയ സുഹൃത്തെ വാണിമേൽ ഒന്ന് കേൾക്കൂ. ഓക്കെ, നമ്മൾ നിങ്ങളോടൊന്നും വിരോധപ്രകാരം ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ചില കാര്യങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നു, അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കൂ. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് സംഗതി, ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലേതാണ് ഈ ഇസ്ലാമിൽ പറയാത്തത് അല്ലെങ്കിൽ മുഹമ്മദ് നബി ചെയ്യാത്തത് എന്നേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അതിന് നിങ്ങൾക്ക് ഒരു ഉത്തരവില്ല. ഒന്നത്. രണ്ട്, ഇവിടെ ഈ പറയുന്ന ഞാൻ സംസാരിക്കട്ടെ. അസ്വബറു നിസ്ഫുൽ ഈമാൻ, ക്ഷമ കൈക്കൊള്ളൂ. ക്ഷമ. ഓക്കെ ക്ഷമ. അസ്വബറു നിസ്ഫുൽ ഈമാൻ, ക്ഷമ. അസ്വബറു നിസ്ഫുൽ ഈമാൻ. ഓക്കെ, ക്ഷമ പകുതിയാണ്. ഓക്കെ, അസ്വബറു നിസ്ഫുൽ ഈമാൻ. ഓക്കെ, ഞാൻ പറയട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഈ അറബിയിൽ ഇപ്പൊ ഹദീസിന്റെ കാര്യം പറഞ്ഞു. ഇതിലേക്കൊക്കെ വരേണ്ടി വന്ന എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ പറയുന്ന ചാങ്കൂർ ബാബേനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഇസ്ലാമിൽ ഇല്ല എന്ന് തള്ളി പറയുമ്പോൾ അത് ഇസ്ലാമിൽ ഉണ്ട് എന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. അവിടെ നിങ്ങൾ ഇല്ല എന്ന് പറയാൻ നിൽക്കുമ്പോൾ നമ്മൾ അത് ബാക്കിയുള്ളത് കൊണ്ടുവരും. എന്തിനാണ് നിൽക്കുന്നത്? നിങ്ങൾ പറയേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഹിന്ദു മതത്തിലെ പല കാര്യങ്ങളും ഇവിടെ കാണുമ്പോൾ ഹിന്ദു മത വിശ്വാസികൾ എന്താ വെച്ചാൽ, ഇങ്ങനെ മതത്തിലുണ്ടോ എന്നാൽ ഞങ്ങൾ അത് തള്ളി എന്നാണ് പറയാറ്. അല്ലാതെ ഇത് ഹിന്ദു മതമല്ല എന്ന് പറഞ്ഞിട്ട് മെഴുകാൻ നിൽക്കാറില്ല. നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഈ മെഴുകലാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞ എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ പറയും. അപ്പൊ നിങ്ങൾ കിടന്ന് വികാരം കൊണ്ടിട്ട് കാര്യമില്ല. പിന്നെ ഈ ഹദീസിന്റെ കാര്യം പറയുമ്പോൾ ആളുകളെ ഇത് വീക്ക് ആയിട്ടുള്ള ഹദീസാണ്, ഫേബ്രിക്കേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് ഹദീസ് എന്താണെന്നും സ്വഹീഹായ ഹദീസ് ഏതാണെന്നും ഞാനിവിടെ ഉദ്ധരിച്ചതുപോലും സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ് ആയിരിക്കെ അത് സ്വഹീഹ് അല്ല എന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് വിരൽ തുമ്പിൽ കിട്ടും ഈ പറയുന്ന വാക്കുകൾ. അതായത് എക്സ്പെൽ, ജ്യൂസ്, ക്രിസ്ത്യൻസ്, അറേബ്യൻ പെനിൻസുല, ഈ 4 വാക്കുകൾ ഗൂഗിൾ അടിച്ച കറക്റ്റ് ഹദീസ് അവിടെ മുന്നിൽ വരുന്ന കാലഘട്ടത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ ഈ 6ാം നൂറ്റാണ്ടിലെ ബുദ്ധി പ്രകാരം കാര്യങ്ങൾ പറഞ്ഞാലൊന്നും ഇവിടെ വില പോവില്ല. ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് സോഷ്യൽ മീഡിയയുടെയും ഇന്റർനെറ്റിന്റെ യുഗമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? ഈ ചാങ്കൂർ ബാബയുടെ കാര്യം പറയുമ്പോൾ അത് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. അത് ഇവിടെ വരുമ്പോൾ അത് ഇന്ത്യൻ മതേതരത്വത്തിനും നമ്മൾ മുന്നോട്ട് വെക്കുന്ന കോഎക്സിസ്റ്റൻസിന്റെ പ്രിൻസിപ്പിൾസിനും എതിരാണ്. അങ്ങനെ ഒരു സംഗതി മതത്തിലുണ്ടെങ്കിൽ ഞാൻ ആ മതത്തിൽ ആ ഏരിയയെ ഞാൻ തള്ളുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പം നമ്മൾ ഉണ്ടാവില്ലേ കൈയടിക്കാൻ? അതിന് പകരം നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? നിങ്ങൾ ഈ പറയുന്ന സാധനം മതത്തിലില്ല എന്ന് പറഞ്ഞ് അത് ചെയ്യുന്ന ആളുകൾ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ട് തള്ളിമറിക്കാൻ നിന്നാൽ അത് ഇവിടെ വില പോകില്ല. അത് നോട്ട് ട്രൂ സ്കോട്ട്സ്മാൻ ഫാലസി എന്ന് പറയുന്ന ഒരു ന്യായവൈകല്യം മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ ശരിയാവില്ല. എന്റെ ഇസ്ലാം അങ്ങനെയല്ല, ഞാൻ കണ്ട മതം അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതാണ് മതം പഠിപ്പിക്കുന്നത്. ഈ ഭൂമി മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നതും അല്ലെങ്കിൽ ജിഹാദ് ചെയ്യുക എന്നത് തന്നെയാണ്, യുദ്ധം ചെയ്യുക എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിലേക്ക് ഇതുപോലെ പണം കൊടുത്തും ആളുകളെ വശീകരിച്ചും. ഇനി ഹജ്ജിന്റെ നമ്മൾ സക്കാത്തിന്റെ അവകാശികളുടെ എണ്ണം പറയുന്നുണ്ടല്ലോ, അതിനകത്ത് ഒരു കൂട്ടം ഏതാണ്?
അതായത് ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുള്ള ആളുകൾക്ക് പണം കൊടുക്കാം. അപ്പൊ പണം കൊടുക്കുന്നത് ഇസ്ലാമിൽ ഈ സക്കാത്തിന്റെ അവകാശികൾ 8 പേരെ എണ്ണിയതിൽ ഒന്നാണത്. അതെന്താ നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത്? അപ്പോ ഈ പണം കൊടുത്തുകൊണ്ട് ഇതുപോലെ കൺവേർഷന് വേണ്ടി നിൽക്കുന്ന ആളുകളെ അത് പണം കൊടുത്ത് ഇങ്ങോട്ട് വലിച്ചിടുന്ന പണി എന്ന് വെച്ചാൽ ബ്രൈബ് ചെയ്യുന്ന പണി, ഈ കൈക്കൂലി കൊടുക്കുന്ന പണി, എന്നിട്ട് മതം വളർത്തുന്ന പണി, ഇത് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്ന സാധനമാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ടും എന്റെ കൈ കൊണ്ടും ചെയ്തിട്ടുള്ള പണികളാണ് ഈ പറയുന്നത്. ദഅവത്ത് എന്ന് പറയുന്ന സാധനം കുറെ കാലം ചെയ്ത് നടന്നൊരു മനുഷ്യനാണ് ഞാൻ. ഈ സലഫിയുടെ ഭാഗമായിട്ട് നടക്കുമ്പോൾ ഈ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളത് കണ്ടിട്ടില്ല, നിങ്ങൾ കാണാത്തതുകൊണ്ട് ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞേക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് ഇസ്ലാമിന്റെ ഭാഗമാണ്. ഈ സക്കാത്തിന്റെ അവകാശികളിൽ ഒന്നാണ് ഈ മതത്തിലേക്ക് ആളുകൾ ചാഞ്ഞു നിൽക്കുന്നവരെ പണം കൊടുത്ത് വീഴ്ത്തുക എന്നുള്ളത്. അത് തന്നെ ഇവിടെയൊക്കെ നടക്കുന്നുള്ളൂ. ഈ പണം കൊടുത്തുകൊണ്ട് ഈ ഇത് ഏർപ്പെടുന്ന ആളുകളും പോക്കറ്റ് വീർപ്പിക്കും. അത് തട്ടിപ്പിനുള്ള വഴിയായിട്ട് മാറ്റുന്നത് അത് വേറെ വിഷയം. പക്ഷെ മതത്തിൽ അങ്ങനെ വഴിയുള്ളത് ബാക്കിയുള്ള ആളുകൾ ദുരുപയോഗം ചെയ്യുന്നത് അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ മതത്തിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ അത് മതത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ വെളുപ്പിക്കാൻ നോക്കിയാൽ നമ്മൾ വെറുതെ വിടില്ല. എക്സ് മുസ്ലിങ്ങൾ അത് പഠിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്, നമ്മൾ അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കും. ഓക്കെ.